ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ റിയൽ റിവ്യൂസ് വിത്ത് ഗീതാകിരൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോ അലിബാഗിലോട്ട് പോകുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ മുംബൈയിലാണ് താമസിക്കുന്നതെന്ന്. അപ്പം ഇവിടെ നിന്ന് ഏകദേശം 2.5 മണിക്കൂറാണ് അലിബാഗിലോട്ട് കാണിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 1:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് മെയ് മാസമാണ്. മെയ് മാസത്തിലാണ് ഞങ്ങൾ അലിബാഗിലോട്ട് പോകുന്നത്. അലിബാഗിൽ നിറയെ ബീച്ചുകളാണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ചൂട് സമയത്ത് ബീച്ച് സൈഡിലോട്ട് പോയിട്ട് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഞങ്ങളത് തന്നെ ആലോചിക്കുന്നത്. ഈ ചൂട് സമയത്ത് ബീച്ചിൽ പോയി എങ്ങനെയുണ്ടാവുന്നത് നമുക്കൊന്ന് കാണാം. അപ്പോൾ വീഡിയോ മുൻകൂട്ടിയൊന്നും പ്ലാൻ ചെയ്യാതെ പോയൊരു യാത്രയായിരുന്നു. മെയ് 1 ഞങ്ങൾ പോയത്. അന്ന് ഹസ്ബൻഡിന് അവധിയായിരുന്നത് കൊണ്ട് അന്നേ ദിവസം മോർണിംഗിലാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. പിന്നെ വൈകിച്ചില്ല, എല്ലാം പാക്ക് ചെയ്ത് പുറപ്പെട്ടു. ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും 2.5 മണിക്കൂർ എടുക്കും അലിബാഗ് ബീച്ചിലേക്ക്. അതായത് 1:30 ഞങ്ങൾ പുറപ്പെട്ട് 4 മണിയാവുമ്പോൾ ഡെസ്റ്റിനേഷനിലെത്തും. മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. കുറച്ച് സാൻഡ്വിച്ച് എല്ലാം പാക്ക് ചെയ്തെടുത്തിരുന്നു. കാരണം ലഞ്ച് എന്തായാലും അലിബാഗിൽ എത്തിയിട്ട് കഴിച്ചാൽ മതിയെന്ന് തീരുമാനം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇടയിൽ വിശപ്പകറ്റാൻ സാൻഡ്വിച്ച് യൂസ് ചെയ്യാലോ എന്ന് കരുതി. അങ്ങനെ പോകുമ്പോഴാണ് വഴിയിൽ പഴുത്ത ചക്ക ഇരിക്കുന്നതായിട്ട് കണ്ടത്. ചക്ക കഴിക്കാനുള്ള കൊതി കൊണ്ട് തന്നെ അവിടെ ഇറങ്ങി കുറച്ച് ചക്കപ്പഴം മേടിച്ചു. 1/2 കിലോ ചക്കയ്ക്ക് 100 രൂപ എന്നായിരുന്നു കണക്ക്. കയ്യിൽ കരുതിയിരുന്ന വെള്ളം കൊണ്ട് തന്നെ അതെല്ലാം കഴുകി വൃത്തിയാക്കി യാത്രാമധ്യേ കഴിക്കുകയും ചെയ്തു. ഏകദേശം ഒരു 3:45 അലിബാഗ് സിറ്റിയിലെത്തി. അവിടെ നിന്നും 50 രൂപയുടെ ഒരു യാത്രാ ടിക്കറ്റ് മേടിച്ചു. അത് നിർബന്ധമായിരുന്നു കേട്ടോ. കാരണം ബീച്ചിലോട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് ഈ റെസിപ്റ്റ് കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നിരുന്നു. ലഞ്ച് കഴിക്കാനായിട്ട് പതംഗ് എന്നൊരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോയത്. ഉച്ചഭക്ഷണം അവിടെ 4 മണി വരെയേ ലഭ്യമായിരുന്നുള്ളൂ. കറക്റ്റ് 3:55 ഞങ്ങൾ റെസ്റ്റോറൻറ്റിനുള്ളിലോട്ട് കയറി. ഞങ്ങൾ കയറിയ ഉടനെ തന്നെ അവർ ഡോറ് ക്ലോസ് ചെയ്യുകയുണ്ടായി. പിന്നീട് ആർക്കും എൻട്രി ഉണ്ടായിരുന്നില്ല. വളരെ നീറ്റായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ അത്. ലഞ്ചിൻ്റെ സമയം തീർന്നു പോയതുകൊണ്ട് തന്നെ മെനുവിലുണ്ടായിരുന്ന എല്ലാ ഫുഡും അവിടെ ഉണ്ടായിരുന്നില്ല. കുറേയൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ അവൈലബിൾ ആയിരുന്നതിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡുകളെല്ലാം ഓർഡർ ചെയ്തു. അധികം താമസിയാതെ തന്നെ ഫുഡെല്ലാം അവർ സെർവ് ചെയ്യുകയുണ്ടായി. ഞങ്ങൾ ഓർഡർ ചെയ്തത് തന്തൂരി റൊട്ടിയും ചിക്കൻ സുക്കയായിരുന്നു. ചിക്കൻ സുക്ക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം തിക്കായിട്ട് ഗ്രേവിയിൽ തന്നെയാണ് അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള പോംഫ്രെറ്റ് താലിയായിരുന്നു. പോംഫ്രെറ്റ് താലിയിൽ ഒരു ഫുൾ പോംഫ്രെറ്റ് എടുത്തിട്ട് അവർ ഹാഫ് കറി ആയിട്ടും ഹാഫ് ഫ്രൈ ആയിട്ടും ചെയ്തു തരും. ആ താലിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന 2 ബക്രി ഉണ്ടായിരുന്നു. പിന്നെ പുതിന ചമ്മന്തി ഉണ്ടായിരുന്നു. ബോംബിൽ എന്ന് പറഞ്ഞൊരു ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു മോര് പോലെ, അതായത് ബീട്രൂട്ടും കേർഡും ഒക്കെ മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ പാകത്തിന് ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അത് ഡൈജഷന് നല്ലതാണെന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ ഓർഡർ ചെയ്ത ഫുഡുകളെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ ഇരുന്ന് ഒരു 5 മണി കഴിഞ്ഞപ്പോഴാണ് റെസ്റ്റോറൻറ്റ് പുറത്തോട്ട് ഇറങ്ങിയത്. അവിടെ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ അലിബാഗ് ബീച്ചിലോട്ട്. അങ്ങനെ അലിബാഗ് ബീച്ചിൻ്റെ കാർ പാർക്കിംഗ് ഏരിയയിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ മുൻപ് പറഞ്ഞിരുന്നല്ലോ ഒരു 50 റുപ്പീസിൻ്റെ ഒരു ടിക്കറ്റ് മേടിച്ചിരുന്നെന്ന്. അത് കാണിച്ചു കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് കടത്തി വിടുകയുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു എക്സ്ട്രാ ഫീസൊന്നും അവർ മേടിച്ചിരുന്നില്ല. അങ്ങനെ കാർ പാർക്ക് ചെയ്തിട്ട് കുട്ടികളുടെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ബീച്ചിലേക്ക് ഇറങ്ങിയത്. അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. സമയം 5:30 എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും വെയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് നോക്കിയിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടത് കേട്ടോ. ബീച്ചിന് തൊട്ടടുത്തായിട്ട്, അതായത് കാർ പാർക്കിംഗ് സൈഡിന് തൊട്ടപ്പുറത്തായിട്ട്
ആയിട്ട് തന്നെ ഇതുപോലൊരു പാർക്കുണ്ട്. അപ്പോൾ കുട്ടികൾക്കായിട്ട് അവിടെ കളിക്കാനും എല്ലാത്തിനും പറ്റും ചെയ്യും. അവിടെ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. മാത്രമല്ല മരത്തിൻ്റെ തടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പാരൻസിന് അവിടെ ഇരുന്നിട്ട് കുട്ടികളെ നോക്കി കാണും ചെയ്യാം. അതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടാവില്ല. അവർ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുന്നൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്തിട്ട് അവരെ നോക്കിയിരിക്കുകയും ചെയ്യാം. മരങ്ങളുടെ നല്ലൊരു തണലുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് ആണ് കേട്ടോ അവിടെ ഇരിക്കുമ്പം. പിന്നെ തൊട്ടടുത്തുള്ള പടികൾ കയറി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് കാണാം. ആ പടികളിൽ മുകളിലോട്ട് കയറി കഴിഞ്ഞ് ബീച്ച് കാണുമ്പോഴുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. നല്ലൊരു അന്തരീക്ഷം ചേഞ്ച് ആവുന്ന പോലെ. നേരത്തെ പാർക്കായിരുന്നു, പാർക്കിൽ നിന്ന് പടികൾ കയറി വന്നിട്ട് ഈ ബീച്ചിലോട്ട് നോക്കാം. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. നമുക്കത് കാണുമ്പോൾ നല്ലൊരു സന്തോഷവും വരും, നല്ല കണ്ണിന് കുളിർമയുള്ളൊരു കാഴ്ചയുമാണ്. അപ്പം അവിടെ അപ്പോഴും കുറേശ്ശെ വെയിലുണ്ടായിരുന്നുകൊണ്ട് കുട്ടികൾ വീണ്ടും പാർക്കിലോട്ട് കളിക്കാനായിട്ട് തന്നെ പോയി. 6 മണി കഴിയുന്നത് വരെ അവിടെ പാർക്കിൽ തന്നെ കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബീച്ചിലോട്ട് വന്നത്. സമയം കൂടി വരുന്തോറും പാർക്കിലെ ആളുകൾ കുറഞ്ഞ് ബീച്ചിലെ ആളുകൾ കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ കുട്ടികൾ പാർക്കിലെ കളിയെല്ലാം നിർത്തി ബീച്ചിലോട്ട് വന്നു. ഇനി ബീച്ചിലെ വെള്ളത്തിൽ കളിക്കാമെന്ന് വിചാരിച്ചു. ഹോഴ്സിൻ്റെ പുറത്തും ക്യാമലിൻ്റെ പുറത്തൊക്കെ ആളുകൾ ഇരുന്ന് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റികളൊക്കെ കുറവായിരുന്നു. മിക്കവാറും എനിക്ക് തോന്നുന്നു ഇത് സീസൺ അല്ലാത്തത് കൊണ്ടായിരിക്കാം. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ബീച്ച് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഹാപ്പിനെസ് തന്നെയാണല്ലേ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് കളിച്ചു. അതിനുശേഷം സൺസെറ്റ് കാണുന്ന വേറൊരു സ്ഥലത്തോട്ട് പോവുകയുണ്ടായി.
ബീച്ച് ടോയ്സ് എടുത്ത കുട്ടികൾ മണ്ണിലും ചെളിയിലൊക്കെ നന്നായി കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 6:45 ഞങ്ങൾ സൂര്യാസ്തമയം കാണുന്നതിന് വേണ്ടിയിട്ട് മുന്നിലോട്ട് കുറേ നടന്ന് നീങ്ങി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. മിക്കവാറും സൺസെറ്റ് കാണുന്നതിനുള്ള നല്ലൊരു പോയിന്റ് അതാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം അവരെല്ലാം അവിടെ ഇരിക്കുന്നത്. ഈ ബീച്ചിലെ സാൻഡൊക്കെ കറുത്തിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. മാത്രമല്ല വെള്ളം എല്ലാം നല്ല ചെളിവെള്ളം പോലെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മുൻപ് ഞാൻ ഗോവയിലേക്ക് പോയി ഒരു ട്രാവൽ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ മൊർജിൻ ബീച്ചിൽ പോയത് കാണിച്ചിരുന്നു. ആ ഒരു വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും ബീച്ചിൻ്റെ ഒരു ഡിഫറൻസ്. അത് നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ. സൺസെറ്റ് കാണാനായിട്ട് അങ്ങോട്ട് നടന്ന് നീങ്ങിയപ്പോഴാണ് അവിടെ ദൂരെ ഒരു ഫോർട്ട് കണ്ടത്. നമ്മൾക്ക് അവിടെ പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ലേറ്റ് ആയ സമയത്ത് അവിടെ പോയി കഴിഞ്ഞാൽ ഫോർട്ടിലോട്ട് കയറാൻ പറ്റില്ല. പിന്നീട് ഒരിക്കൽ ആ ഫോർട്ടിൽ പോയിട്ട് ഒരു വ്ളോഗ് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സൺസെറ്റിൻ്റെ കാഴ്ചകളിലോട്ട് കിടക്കാം. ദിവസത്തോട് വിട പറഞ്ഞ് സൂര്യൻ കടലിലേക്ക് താഴ്ന്നു. അതിനുശേഷവും അവിടെ നിന്ന് കുറേ നേരം കളിച്ചു. ഇരുട്ടായി തുടങ്ങിയപ്പോഴാണ് കരയിലേക്ക് കയറിയത്. തണുപ്പിൽ നിന്ന് കുറച്ച് ചൂട് കിട്ടുന്നതിനായി ജിഞ്ചർ ടീ മേടിച്ച് കഴിച്ചു കേട്ടോ. അപ്പോഴേക്കും കടല് നല്ല പോലെ താഴോട്ട് ഉൾവലിഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവിടെ ഓടിക്കളിക്കാനായിട്ട് പറ്റി. തുടക്കത്തിലുള്ള വീഡിയോ ക്ലിപ്പുകൾ ശ്രദ്ധിച്ചവർക്കറിയാം എത്രത്തോളം കടൽ ഉള്ളിലോട്ട് പോന്നു എന്ന്. 8:15 കളിയെല്ലാം മതിയാക്കി തിരിച്ചു നടന്നു. നല്ല പുഴിമണലാണ് സൈഡിൽ. പടിക്കെട്ടിലൂടെ മുകളിലോട്ട് കയറി ബീച്ചിലോട്ട് ഇറങ്ങിയത് ഒരു വഴിയിലൂടെ, എന്നാൽ തിരിച്ചു കയറുന്നത് വേറെ വഴിയിലൂടെ. രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലം. പടി കയറി മുകളിൽ ചെന്നപ്പോൾ അവിടെ റെസ്റ്റ് ഹൗസ് പോലെയുള്ള ഒരു സ്ഥലം കണ്ടു. ബീച്ചിൻ്റെ സൈഡിൽ ഒരു വാക്ക് വേ ഉണ്ടായിരുന്നു. മാത്രമല്ല സായാഹ്നങ്ങളിൽ ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കുന്നതിനായി ഒരുപാട് ഇരിപ്പിടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനും ഒക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമായിട്ട് തോന്നി കേട്ടോ അത്. പിന്നെ ബീച്ചിൻ്റെ സൈഡിൽ ഒരുപാട് റിസോർട്ടുകൾ കണ്ടു. അപ്പം രാത്രിയിൽ തിരിച്ച് വീട്ടിലോട്ട് എത്താൻ പറ്റാത്തവർക്ക് അവിടെ റൂമെടുത്ത് താമസിക്കുകയും ചെയ്യാം. തിരിച്ച് കാർ എടുക്കാനായിട്ട് പോകുന്ന വഴിയിൽ വഴിയോര കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഒരുപാട് ഫുഡ് ഐറ്റംസ് അവിടെ കണ്ടു. ബീച്ചിൽ നിന്ന് കാറോ എല്ലാം എടുത്തിട്ട് ഞങ്ങളൊരു സ്ഥലത്തെത്തി. ഇപ്പോൾ സമയം ഏകദേശം 9:10 ആയിട്ടുണ്ട്. ഇത് ഏതാ സ്ഥലം എന്നല്ലേ? ഇതൊരു ഫിഷ് മാർക്കറ്റിനടുത്തുള്ള ഒരു സ്ഥലമാണ്. ആലിബാഗിലോട്ട് പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവിടെ നല്ല ഫിഷ് കിട്ടും. ഫിഷ് കിട്ടുന്നത് മാത്രമല്ല അത് മേടിച്ച് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലെത്തുന്നവരെ അത് കേടാവാതിരിക്കാൻ വേണ്ടി നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർ പാക്ക് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് ഫിഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു. സമയം വൈകിയത് കൊണ്ട് തന്നെ ഒരുപാട് ഫിഷ് വിൽക്കുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളവരിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് അവിടെ നിന്ന് മേടിച്ചു. അതിനുശേഷം അവരവിടെ നന്നായിട്ട് പാക്ക് ചെയ്ത് തരുന്നതാണ് നിങ്ങൾ കാണുന്നത്. തെർമോക്കോളിൻ്റെ ഒരു ബോക്സിൽ നമ്മൾ മേടിച്ച ഫിഷ് എല്ലാം ഇട്ട് ഐസൊക്കെ വെച്ചിട്ട് പാക്ക് ചെയ്ത് തരുന്നതാണ് കേട്ടോ കാണുന്നത്. നല്ല രീതിയിൽ അവർ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫിഷ് എല്ലാം പാക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് ഒരാൾ വന്നിരുന്നു. ഒരുപാട് ഫിഷ് മേടിക്കുന്നുണ്ടായിരുന്നു. അതായത് ഏകദേശം ഒരു 4 kg ഫിഷ് മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താണ് ഇത്രയധികം ഫിഷ് മേടിച്ചു കൊണ്ടുവന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. ഇവിടുന്ന് ഫിഷ് മേടിച്ചാൽ ഒരു ഗുണമുണ്ട്. എന്താ വെച്ചാൽ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ട് അത്രേ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ 4 kg ഫിഷൊക്കെ ആണെങ്കിൽ ഒരു 1000 rupees കൊടുത്തു കഴിഞ്ഞാൽ അവരതെടുത്ത് കറി വെച്ചിട്ടും ഫ്രൈ ചെയ്തിട്ടും കൊടുക്കുന്നു. അപ്പോൾ ജോയിൻറ്റ് ഫാമിലിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കുക്കിംഗ് ഒന്നും വേണ്ടല്ലോ, ജസ്റ്റ് ഇതെല്ലാം കൊടുത്താൽ മാത്രം മതിയല്ലോ. അപ്പം ഞങ്ങൾ നടന്നു പോയപ്പോൾ ആ സ്ഥലം കണ്ടു. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ആ സ്ഥലം. ഒരുപാട് ആളുകളെ അവിടെ ഫിഷ് മേടിച്ചിട്ട് കറി വെക്കാനും ഫ്രൈ ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾക്ക് എന്തെങ്കിലും ഫുഡ് അവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് മേടിക്കുകയും ചെയ്യാം കേട്ടോ.
അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകളും വ്യത്യസ്തമായ ഇൻഫർമേഷൻസും ഒക്കെ കേട്ടിട്ട് ഞങ്ങൾ തിരിച്ച് കാറിലോട്ട് നടന്നു. ഇനി ഞങ്ങൾക്ക് വീട്ടിലോട്ടുള്ള യാത്രയാണ്. വീട്ടിലെത്തിയപ്പോഴും ഫിഷ് കേടാവാതെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, നല്ല വെൽ പാക്ഡ് തന്നെയായിരുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുപോലുള്ള വീഡിയോസും റിവ്യൂസും ഫുഡ് വ്ളോഗ്സും ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്. കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, അവിടെ പോയിപ്പോൾ എടുത്തതാണ്. അപ്പോൾ അതും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് വേണം വീഡിയോ അവസാനിപ്പിക്കാൻ. നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.